CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളിൽ പലതിൻ്റെയും അന്ത്യം കുറിക്കുമോ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന ചോദ്യം ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വളരെയേറെ കൗതുകകരമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 11ഓളം കക്ഷികളാണ് CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളിൽ കുറെ കാലങ്ങളായി ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും സവിശേഷകരമായ സംഗതി ഇതിനകത്തെ പാർട്ടികൾ ഏതൊക്കെയാണ് എന്ന് ഈ ഇടതുപക്ഷ മുന്നണിയിലുള്ള ആളുകൾക്ക് പോലും പരസ്പരം അറിഞ്ഞൂടാ. കാരണം ഇത് പലതും ഒറ്റയാൾ പാർട്ടികളാണ്. പലപ്പോഴും തമാശ രൂപേണ പറയുന്നത് പല പാർട്ടികളിലും ആ നേതാവ് കൂടാതെ ഓട്ടോറിക്ഷയിലൊക്കെ കയറാൻ തക്ക രീതിയിലുള്ള അംഗസംഖ്യ മാത്രമേ ഉള്ളൂ. അവരൊക്കെ ഇനിയും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ പാർട്ടികളുടെ നേതാക്കന്മാരുടെയും അവരുടെ കയ്യിൽ കൂടെ ഉണ്ട് എന്ന് പറയുന്ന അണികളുടെയും അവസ്ഥ എന്തായിരിക്കും എന്ന് വളരെയേറെ ഉത്കണ്ഠയോടും കൗതുകത്തോടും ജിജ്ഞാസയോടും കൂടിയാണ് കേരളത്തിലെ പൊതുസമൂഹം ആകെ ഇപ്പോൾ ഇരിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള ചില സംവിധാനമാണ് ചില കക്ഷികൾക്കുള്ളത്. ഉദാഹരണമായി ഇപ്പോൾ കോൺഗ്രസ് എസ് എന്ന് പറയുന്ന ഒരു ഘടകകക്ഷിയുണ്ട്. അതിൻ്റെ പരമാത്മാവും ജീവാത്മാവും ഒരു മുൻ മന്ത്രി, ഇപ്പോഴത്തെ മന്ത്രിയായിരിക്കുന്ന ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ്. കോൺഗ്രസ് എസ് എന്ന് പറയുന്ന ഒരു പാർട്ടി കേരളത്തിൽ എവിടെയെല്ലാം സ്വാധീനം ചെലുത്തുന്നുണ്ട്, അതിൻ്റെ അണികൾ എവിടെയെല്ലാം ഉണ്ട് എന്നുള്ളത് കേരള സമൂഹത്തോട് പറഞ്ഞ് ഒരു തമാശയാക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷെ അദ്ദേഹവും കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ വകുപ്പ് എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ നല്ല നിശ്ചയമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചും പലർക്കും സംശയമുണ്ട്. അദ്ദേഹത്തിന് പക്ഷേ ഒരു മന്ത്രി എന്ന രീതിയിലുള്ള എല്ലാ പരിരക്ഷയും എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഒക്കെ അനുഭവിച്ചാണ് അദ്ദേഹം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ രംഗത്ത് നിൽക്കുന്നത്. അതുപോലെ മറ്റൊരു ഒറ്റയാൾ കക്ഷി ഏതാണ്ട് അന്ത്യം കുറിച്ച് കഴിഞ്ഞിരിക്കുന്നു, ജനാധിപത്യ കേരള കോൺഗ്രസ്. അതിൻ്റെ ജീവാത്മാവും പരമാത്മാവുമാണ് ശ്രീ ആന്റണി രാജു എന്ന് പറഞ്ഞ് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വളരെ കൗതുകത്തോടുകൂടി ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് MLA അല്ലാതായിരിക്കുന്നത്. ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായി കോടതിയിൽ നിന്ന് ശിക്ഷ വാങ്ങിച്ച് നിയമസഭാംഗത്വം നഷ്ടപ്പെടുന്ന എന്ന രീതിയിൽ അദ്ദേഹം ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ നിന്നല്ല ലോക രാഷ്ട്രീയത്തിൽ തന്നെ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി ഇനിയും ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ കേരളത്തിലെ ആർക്കും തന്നെ സംശയമില്ല. അദ്ദേഹം ഉൾപ്പെട്ടിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആശ്വാസം കൊള്ളുകയാണ്. അങ്ങനെ ഒരു പാർട്ടിയുടെ പേര് ഇനി ഉപയോഗിക്കേണ്ടി വരില്ല, അവർക്കിനി സീറ്റ് പങ്കുവെച്ചു കൊടുക്കേണ്ടതില്ല എന്ന രീതിയിൽ CPMന്റെ അകത്തളങ്ങളിൽ ആഹ്ലാദമുണ്ട്. പിന്നൊരു കക്ഷിയാണ് നമ്മുടെ കോവൂർ കുഞ്ഞുമോൻ നേതൃത്വം കൊടുക്കുന്ന ഒരു തരം RSP. ആ പാർട്ടിയുടെ പേരെന്താണെന്നും നമുക്ക് ഉച്ചരിക്കാൻ അറിഞ്ഞുകൂടാ, ചിഹ്നം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഇതുപോലെ ഒരു ഒറ്റയാൾ പാർട്ടിയാണ്. RSPയുടെ ഒരു മുൻകാല പ്രവർത്തനമായിരുന്നു. പക്ഷെ അദ്ദേഹം RSPയുടെ കൂടെ വേറെന്തൊക്കെയോ ചേർത്താണ് അദ്ദേഹത്തിന്റെ പാർട്ടിയെ വിശേഷിപ്പിക്കുന്നത്. കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം MLA ആയിരിക്കുന്നത്. അദ്ദേഹം മന്ത്രിയാകും എന്നൊക്കെ ചില സമയത്ത് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് മന്ത്രിയാകാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഒറ്റയാൾ പാർട്ടി എന്ന രീതിയിൽ ഇപ്പോഴും അദ്ദേഹം CPMന്റെ ഘടകകക്ഷി എന്ന മട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിൽക്കുകയാണ്. മറ്റൊരു ഒറ്റയാൾ കക്ഷിയാണ് ശ്രീമാൻ KB ഗണേഷ് കുമാർ നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് B. അവിടെയും രണ്ടാം നിരയിൽ എത്ര നേതാക്കന്മാരുണ്ട്, നമ്പർ 2 ആയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യമൊക്കെ പൊതുസമൂഹം ഇപ്പോൾ ആലോചിക്കാൻ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. പക്ഷെ അദ്ദേഹവും ഒരു ഘടകകക്ഷി എന്ന രീതിയിൽ ഒരു മന്ത്രിസ്ഥാനം ലഭിച്ച് വിരാജിക്കുകയാണ്. എല്ലാ ആനുകൂല്യങ്ങളും അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഒരു മന്ത്രിയായി വിരാജിക്കുകയാണ്. ഒരു താരമൂല്യമുള്ള ഒരു മന്ത്രി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെയും പാർട്ടിയുടെ അവസ്ഥ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്തായിരിക്കുമെന്നുള്ളത് കണ്ടറിയണം.
അതുപോലെയുള്ള മറ്റൊരു കക്ഷിയാണ് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന് പറയുന്ന INL. അദ്ദേഹത്തിനും ആ പാർട്ടിക്കും ഒരു മന്ത്രി ഉണ്ടായിരുന്നു, അഹമ്മദ് ദേവർകോവിൽ. അദ്ദേഹത്തിന്റെ പാർട്ടിയിലും രണ്ടാമൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ മറുപടി പറയാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് കരുതേണ്ടത്. അതുപോലെയാണ് JDS എന്ന് പറയുന്ന മറ്റൊരു പാർട്ടി. അതിപ്പോൾ പേര് മാറ്റി പഴയ വീഞ്ഞ പുതിയ കുപ്പിയിലാക്കി മറ്റെന്തോ ഒരു പേര് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്നൊക്കെ ആക്കി ഇറങ്ങി. അവിടെയും എങ്ങനെ തിരിഞ്ഞു നോക്കിയാലും ഒന്നുകിൽ മാത്യു ടി തോമസ് അല്ലെങ്കിൽ കൃഷ്ണൻകുട്ടി പിന്നെ മാത്യു ടി തോമസ്. ഇങ്ങനെയാണ് ആ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ജനതാദൾ എസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അവസ്ഥ. വളരെ ദയനീയമായിരുന്നു അവരുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ അവസ്ഥ. കാരണം അവരുടെ നേതാവ് സലാം പറഞ്ഞ് BJPയുടെ കക്ഷിയിൽ ചേർന്നപ്പോൾ അവർ വൈതരണിയിലായി. BJPയിൽ ചേർന്ന ഒരു കക്ഷിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിൽക്കാൻ വയ്യാതെ വന്നു. അവരുടെ സ്ഥാനം പോലും നഷ്ടപ്പെടുമെന്ന് ശ്രീ മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടി ഇപ്പോൾ ഒരു മന്ത്രിയാണ്, വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹവും ആ പാർട്ടിയുടെ ഒരു ആനുകൂല്യം പറ്റിയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി മന്ത്രിസ്ഥാനം അലങ്കരിക്കുന്നത്. മാത്യു ടി തോമസിന് മന്ത്രി പദവി ലഭിച്ച ഒരാളാണ്. പിന്നെ ഒരു പാർട്ടിയുടെ ചരിത്രം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചിത്രം വളരെ അപഹാസ്യമാണ്. NCP എന്ന് പറയുന്ന ഒരു പാർട്ടി. ആ പാർട്ടിയിൽ ആരാണ് പ്രസിഡന്റ് എന്നുള്ളതിനെ കുറിച്ച് പ്രസിഡന്റുമാർക്ക് തന്നെ നല്ല നിശ്ചയമില്ല. ഏതാനും ചില ദിവസങ്ങൾ മുമ്പാണ് അവിടെ പാർട്ടി യോഗത്തിൽ കയ്യാങ്കളി നടത്തിയത്. പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റും MLAയും ഒക്കെ ഒന്നും രണ്ടും ആളുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിൽക്കുന്ന ഒരു വളരെ വൈരൂപ്യമുള്ള ഒരു പാർട്ടിയാണ് ഈ പറയുന്ന NCP. അതിലെ ഒരു MLA ഇപ്പോൾ കളത്തിലുണ്ട്. അദ്ദേഹം പറയുന്നു ഞാനാണ് പാർട്ടി. അപ്പോൾ അദ്ദേഹത്തിന്റെ എതിർഭാഗത്ത് നിൽക്കുന്ന ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന പാർട്ടിയെ പ്രതികരിക്കുന്ന ശ്രീ AK ശശീന്ദ്രൻ പറയുന്നു ഞാനാണ് പാർട്ടി. ഒരു വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള PC ചാക്കോ എന്ന് പറയുന്ന ആൾ പറയുന്നു ഞാനാണ് പാർട്ടി. അവിടെ ഉന്തും തള്ളുമായി പാർട്ടി നിൽക്കുകയാണ് ഇപ്പോൾ. ഏറ്റവും ഒടുവിൽ വളരെ ദയനീയമാണ് ആ പാർട്ടിയുടെ അവസ്ഥ. അതും നമുക്കറിയാം, ഒരു സമയത്ത് തോമസ് എന്ന് പറയുന്ന അതിലെ 2 MLAമാരിൽ ഒരാളായ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച് ആകെ കൂടെ ചീറ്റിപ്പോയ ഒരവസ്ഥയാണ്. അങ്ങനെ ഒരു പാർട്ടിയും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്തായി തീരുമെന്നുള്ളത് കണ്ടറിയണം. ഇവിടെ ഇപ്പം മുൻനിരയിൽ നിൽക്കുന്ന 3 പാർട്ടികൾ ആയി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിമിതപ്പെടുമോ എന്ന് സംശയിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. CPM, CPI, മാണി ഗ്രൂപ്പ്, കേരള കോൺഗ്രസ്. അത് കഴിഞ്ഞ് ഏതാണ്ട് 8ഓളം പാർട്ടികൾ ആ മുന്നണിയിലുണ്ടെങ്കിലും ആ 8ഓളം പാർട്ടികൾ ഏതാണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ നാമാവശേഷമായി പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിലെ നേതാക്കന്മാർ വീണ്ടും മത്സര രംഗത്ത് ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഈ 3ാം ഊഴം കിട്ടിയാൽ അവരല്ലാതെ വേറൊരാളെ മന്ത്രിയാക്കാൻ ഈ ഘടകകക്ഷികളിൽ നിന്ന് കിട്ടത്തില്ല. അതുകൊണ്ട് അവരുടെ പ്രതീക്ഷ നശിച്ചിട്ടില്ല. അവരിപ്പോഴും വളരെ സജീവമായി പാർട്ടിയായി തന്നെ ഇടതുപക്ഷ മുന്നണിയിൽ തുടരാനുള്ള പരിശ്രമത്തിലാണ്. അവരെ ഒഴിവാക്കിയിട്ടില്ല. കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന ഒരു സമീപനമാണ് CPM സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും സ്വാഭാവികമായി പല പാർട്ടികളുടെയും ആയുസ് അവസാനിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ അത്തരം ചെറിയ പാർട്ടികൾ പലതും അപ്രത്യക്ഷമായാലും അതിശയിക്കേണ്ടതില്ല.